ഒരു കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ 1000 സ്വപ്നങ്ങളാ മാതാപിതാക്കളുടെ മനസ്സിൽ. മാതാപിതാക്കൾക്ക് മാത്രമല്ല സ്വപ്നങ്ങൾ, മക്കൾക്കുണ്ട്. ഞാനും ആഗ്രഹിച്ചിരുന്നത് എന്റെ കൂടെ തമാശ പറഞ്ഞ് കളിച്ചു ചിരിക്കുന്ന ഒരു അപ്പൻ. ഇപ്പൊ എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു. ഇതൊരു വീടല്ല, ജയിലാ. പട്ടാളച്ചട്ടകളും കൽപ്പനകളും ഡിസിപ്ലിനും കോപ്പും. എനിക്ക് ശ്വാസം മുട്ടുക. എന്റെ അമ്മ തന്നെയായിരുന്നു നല്ലത്. എന്റെ അമ്മ പാവമായിരുന്നു. ആ അമ്മക്ക് വേണ്ടി നീ എന്താണ് ചെയ്തിട്ടുള്ളത്? നിന്റെ കാര്യങ്ങളല്ലാതെ. നിന്റെ അമ്മ മരിക്കാൻ കാരണം നീയാ. അനാവശ്യം പറയരുത്. പറയൂടാ, നീ കേക്കണം. നീ ഇവിടെ തക്ക സമയത്തുണ്ടായിരുന്നെങ്കിൽ എന്റെ പന്മ മരിക്കില്ലായിരുന്നു. എനിക്ക് വേണ്ട. സ്വാതന്ത്ര്യം ഞാൻ പുറത്തു പോകാനോ? ഞാനിതിന് പുറത്തു പോകണം. ഇതെന്നെ അമ്മ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടാ. ഇവിടുന്ന് ഞാനെ കൂടെ പോകേണ്ട കാര്യമില്ല. ഇവിടുന്ന് ഞാനല്ല പുറത്തു പോകേണ്ടത്. തിരിച്ചറിവായിരിക്കണം ദൈവം. ഭയ നമ്മുടെ മോൻ എന്തൊരു മടിയനാ ജോണേ. രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ 9 മണിക്കാ. ഇപ്പൊ അവൻ 5:30 മണിക്ക് എഴുന്നേറ്റ് തുടങ്ങി. പഠിക്കാൻ അവന് ഒട്ടും താല്പര്യമില്ല. തോറ്റ വിഷയം ഒന്ന് എഴുതിയെടുക്കാൻ എത്ര പ്രാവശ്യം പറഞ്ഞെന്നോ. അവൻ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു തുടങ്ങി. ഇപ്പോ ഈ വീട്ടു ജോലികളൊക്കെ ചെയ്യുന്ന അവനാ. കടലിൽ വെള്ളം എന്നൊക്കെ പറഞ്ഞാ ഭയങ്കര പേടിയാ അവന്. ഇന്നവനെ നടുക്കടലിൽ ഒറ്റക്കെട്ട് പോന്നപ്പോ ആദ്യമായിട്ട് എന്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. എന്നാലും അവൻ തുഴഞ്ഞു വരുന്നത് കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. അവന് നിന്നോടുള്ള സ്നേഹത്തിന്റെ ഭക്തിയെങ്കിലും എന്നോടുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ കൊതിച്ചുപോയി. ഇപ്പോ അവന്റെ മുൻപില് ഞാൻ തോറ്റുപോകുന്ന എന്റെ ഭയം. എനിക്ക് എന്റെ അപ്പച്ചനൊന്ന് കാണണം. സോറി പറയണം. നിന്റെ ഒരു സോറി എത്ര പ്രാവശ്യം?
എത്ര പ്രാവശ്യം ഇതേ സോറി പറഞ്ഞ് നീ നിന്റെ അമ്മയെ പറ്റിച്ചു. നിന്റെ അപ്പച്ചനെ അമ്മയെ നീ പറ്റിക്കുകയായിരുന്നു. മക്കള് വഴിതെറ്റുമ്പോ ലോകരുടെ മുമ്പിൽ പരാജയപ്പെടുന്നത് മാതാപിതാക്കളാടാ. നിന്റെ അപ്പച്ചനും അമ്മയും ജീവിതത്തിൽ തോറ്റവരാണ്. നീ ഒരൊറ്റ ഒരുത്തൻ കാരണം. അപ്പോ എനിക്കാരുമില്ലല്ലോ അങ്കിളെ. അല്ല, നിനക്ക് തെറ്റി. നിനക്കല്ല ആരും ഇല്ലാതായത്. നീ ഇറക്കി വിട്ട നിന്റെ അപ്പച്ചനാണ്. ഇനിയെങ്കിലും ഒന്ന് ജീവിക്കേ. ആ മനുഷ്യനെ ഒന്ന് ജീവിച്ച് കാണിക്കേ. വെൽക്കം ടു 93.5 റെഡ് എഫ്എം. കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഇന്ന് വളരെയധികം പ്രത്യേകതയുള്ള ദിവസമാണ്. എല്ലാ അച്ഛന്മാർക്കും മക്കൾക്കും സന്തോഷമുള്ള ദിവസം, സന്തോഷമുണ്ടാവേണ്ട ദിവസം, ഫാദേഴ്സ് ഡേ. അച്ഛനുമായിട്ടുള്ള ഓർമ്മകൾ, സന്തോഷങ്ങൾ, ആശംസകൾ ഞങ്ങളുമായി പങ്കുവെക്കൂ. ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്. ആദ്യത്തെ കോളർ ആരാന്ന് നോക്കാം. ഹലോ. ഹലോ. എന്താണ് ഈ ഫാദേഴ്സ് ഡേയിൽ നിങ്ങളുടെ ഓർമ്മകൾ? എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അപ്പച്ചൻ എനിക്കൊരുപാട് കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കി തരുമായിരുന്നു. പ്രത്യേകിച്ച് മുളകൾ കൊണ്ടും പേപ്പറുകൾ കൊണ്ടും പലതരത്തിലുള്ള വർണ്ണങ്ങൾ കൊണ്ടും. ഇന്ന് ഞാൻ സിനിമയിൽ കലാസംവിധായകനായി പ്രവർത്തിക്കുകയാണ്. എൻ്റെ ജോലിയിൽ അപ്പച്ചൻ കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നത്തെ ഈ ദിവസം ഫാദേഴ്സ് ഡേയിൽ ഞാൻ എൻ്റെ മരിച്ചുപോയ അപ്പച്ചനെ സ്മരിക്കുകയാണ്. താങ്ക് യു ജോസഫ്. അടുത്ത കോളർ ആരാന്ന് നോക്കാം. ഈ ദിവസത്തിൽ എൻ്റെ ഒരു വിശേഷം പറയാനാണ് വിളിച്ചത്. എനിക്കൊരു മകനും മകളും ഉണ്ട്. ഭാര്യ മരിച്ച ശേഷം രണ്ടുപേരും പുറത്താണ്. ഞാൻ ഏകനും മൂവനായിട്ട് ജീവിക്കുന്നു. ക്രിസ്മസിനും വിഷുവിനും ഈസ്റ്ററും ഒക്കെ പിള്ളേർ വരും, അല്ലെങ്കിൽ ഫോൺ ചെയ്യും. പിന്നെ ജീവിതം എന്ന് പറയുന്നത് ഒരു ലോൺലിനെസ്, ജീവിക്കാൻ വേണ്ടി ഒരു ജീവിതം. ഹലോ, റേഡിയോ സ്റ്റേഷനല്ലേ? ഹലോ, ആരാ? എൻ്റെ പേര് മുസ്തഫ. ആ, പറയൂ മുസ്തഫ. ഈ ബാപ്പാന്റെ സ്നേഹം എന്താ ഉമ്മാന്റെ സ്നേഹം എന്താന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്ക് ബാപ്പയില്ല, ഉമ്മയില്ല. ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ കിടന്നാ വളർന്നത്. ഓരോ ബസ്സും നിൽക്കുമ്പോഴും എൻ്റെ ബാപ്പ ഉമ്മ അതിലുണ്ടാന്ന് ഞാൻ നോക്കും. വെറുതെ വരൂല. ഹലോ, റേഡിയോ സ്റ്റേഷൻ അല്ലേ? അതെ, പറയൂ സർ. ഞാൻ പ്രോഗ്രാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ടുഡേ ഐ ആം വെരി ഹാപ്പി. ഒരു ഫാദർ എന്ന നിലയിൽ എനിക്ക് അഭിമാനമുണ്ട്. ഞാൻ അതിന് എൻ്റെ സണ്ണിനോട് താങ്ക്സ് പറയുന്നു. അതെന്താ മോനോട് ഇത്ര നന്ദി? അവൻ എൻ്റെ മൂത്ത മകനാണ്. അവൻ ജനിച്ചപ്പോഴല്ലേ ഞാനൊരു ഫാദർ ആയത്. ഹി ലവ്സ് ദ ഫാമിലി വെരി മച്ച്. താങ്ക് യു മൈ സൺ. ഐ ലവ് യു. ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാ മക്കളോടും മാതാപിതാക്കൾക്കുള്ള നന്ദിയായി നമുക്ക് ഈ വാക്ക് കടമെടുക്കാം. നെക്സ്റ്റ് കോളർ ആരാ നോക്കാം. ഹലോ. ഹലോ, ആരാണ്? ഞാൻ ജോൺ വർഗീസ്. എനിക്കൊരു മോനുണ്ട്, എൻ്റെ പൊന്നുമോൻ. 20 വർഷം എനിക്ക് ഓർമ്മിക്കാൻ, ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത് അവൻ 2.5 വയസ്സുള്ളപ്പോൾ എനിക്ക് സമ്മാനിച്ച ആ കുസൃതിയും ആ പഴയ ചിരിയുമാണ്. കൊച്ചു കുഞ്ഞായിരുന്നപ്പോ അവൻ എന്നോട് വഴക്കടിക്കും, കടിക്കും, മാന്തി പൊളിക്കും. കൊച്ചു കുഞ്ഞല്ലേ, എനിക്കതൊക്കെ രസമായിട്ടാ തോന്നിയിട്ടുള്ളത്. ഇപ്പൊ അവൻ വലിയ ആളായി, വളർന്നു വലുതായി. കഴിഞ്ഞ ദിവസം അവൻ എന്നെ വേണ്ടാന്ന് പറഞ്ഞു. എന്നാലും എനിക്കവരോട് വഴക്കിടാൻ പറ്റില്ല. എനിക്കവന് അത്ര ഇഷ്ട. ഇപ്പൊ അവനെ വിട്ടു പോവാൻ
ഹേയ്. സാരില്ലടാ, നീ എത്ര വളർന്നാലും എനിക്ക് തോളിലൊതുങ്ങുന്ന കൊച്ചു കുഞ്ഞാ. കഥ പറയാൻ ഒരു പാട്ടുമൂള